ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം എന്നും ആവേശം നിറഞ്ഞതാണ്. കളിക്കളത്തിലെ ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഇരു ടീമുകൾക്കും ലോകമെമ്പാടുമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ കപ്പ് സൂപ്പർ 4 മത്സരത്തിലും ഈ ആവേശം അണപൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കളിയിലെ ഒരു നിർണായകമായ നിമിഷം പാകിസ്ഥാന്റെ ഓപ്പണർ ഫക്കർ സമാനെ പുറത്താക്കാൻ മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ എടുത്ത വലിയ ക്യാച്ച് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. മത്സരശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ പ്രതികരണം ഈ ചർച്ചകൾക്ക് കൂടുതൽ തീവ്രതയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ പാകിസ്ഥാന് വേണ്ടി ഓപ്പണർ ഫക്കർ സമാൻ മികച്ച തുടക്കമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. 9 പന്തിൽ നിന്ന് 15 റൺസ് എടുത്ത ഫക്കർ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ സഞ്ജു സാംസണിന്റെ മിന്നൽ ക്യാച്ച് ഫക്കറിന് പുറത്തു പോകേണ്ടി വന്നത്. ഹാർദിക്കിന്റെ സ്ലോ ബോളിൽ ബാറ്റിന്റെ എഡ്ജിൽ പന്ത് തട്ടി വിക്കറ്റിന് പിന്നിലുള്ള സഞ്ജുവിന്റെ കൈകളിലേക്ക് എത്തപ്പെടുകയായിരുന്നു. ഫീൽഡിംഗ് അമ്പയർ ഔട്ട് വിളിച്ചെങ്കിലും സംശയം തോന്നിയതുകൊണ്ട് തീരുമാനം തേർഡ് അമ്പയർക്ക് വിടുകയായിരുന്നു. ടെലിവിഷൻ റീപ്ലേകളിൽ നിന്ന് പന്ത് സഞ്ജുവിന്റെ ഗ്ലൗവിനുള്ളിൽ വീഴുന്നത് വ്യക്തമായി കാണുകയും ചെയ്യാമായിരുന്നു. എന്നാൽ പന്ത് നിലത്ത് തട്ടിയതിനു ശേഷമാണ് സഞ്ജു ക്യാച്ച് എടുത്തത് എന്ന സംശയം കമന്റേറ്റർമാർ അടക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ചില റീപ്ലേകളിൽ പന്ത് തറയിൽ സ്പർശിച്ചതായി സൂചനകളും ഉണ്ടായിരുന്നു. ഒടുവിൽ തേർഡ് അമ്പയർ ഫക്കർ സമാനെ ഔട്ട് വിധിക്കുകയായിരുന്നു. തേർഡ് അമ്പയറുടെ ഈ തീരുമാനത്തെ ഫക്കർ സമാൻ മൈതാനത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്താണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആരാധകരും സമൂഹ മാധ്യമങ്ങളിൽ തേർഡ് അമ്പയറുടെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടത്ര പരിശോധന നടത്താതെയാണ് തേർഡ് അമ്പയർ ഈ നിർണായകമായ തീരുമാനം എടുത്തതെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. പന്ത് തറയിൽ സ്പർശിച്ചതിന് ശേഷമാണ് സഞ്ജു ക്യാച്ച് എടുത്തതെന്ന് ഒരു വിഭാഗം വാദിക്കുകയാണ്. മത്സരശേഷം ഈ വിഷയത്തെക്കുറിച്ച് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സംയമനത്തോടെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പന്ത് നിലത്ത് കുത്തിയതിനു ശേഷമാണ് വിക്കറ്റ് കീപ്പർ സഞ്ജു കയ്യിലൊതുക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആകെ പറയുകയാണ്, അമ്പയർമാർക്കും തെറ്റുപറ്റാമല്ലോ. പക്ഷേ എനിക്ക് തോന്നിയത് ആ പന്ത് കീപ്പറുടെ കയ്യിലെത്തും മുമ്പ് നിലത്ത് കുത്തിയിരുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ എനിക്കും തെറ്റിയതാവുക. മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫക്കർ സമാന്റെ വിക്കറ്റ് നഷ്ടപ്പെടുന്നതിന് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാണെന്നും പവർ പ്ലേ മുഴുവൻ ഫക്കർ ബാറ്റ് ചെയ്തിരുന്നുവെങ്കിൽ പാകിസ്ഥാന് 190 റൺസെങ്കിലും അടിച്ചെടുക്കാമായിരുന്നുവെന്നും ആകെ കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും അത്തരം തീരുമാനങ്ങളൊക്കെ അമ്പയറുടെ കൈകളിലാണ്. അവർക്കും തെറ്റുപറ്റാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മത്സരത്തിലെ ഒരു വിവാദപരമായ തീരുമാനത്തെക്കുറിച്ച് ഒരു ടീമിന്റെ ക്യാപ്റ്റൻ പരസ്യമായി പ്രതികരിക്കുന്നത് തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. സൽമാൻ ആഗയുടെ ഈ പ്രതികരണം കളിക്കളത്തിൽ പോലും അമ്പയർമാരുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇത് കളിയുടെ ആവേശത്തെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെയും എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.